ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റോസ്മേരി വാട്ടറാണ്. അതിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിയത് ഈ ആയുർവേദ മരുന്നുകളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ആ ഒരു ചെറിയൊരു പാക്കറ്റിന് 50 രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഈ ഒരു പാക്കറ്റ് വെച്ച് നമുക്ക് ഒരുപാട് തവണ റോസ്മേരിയുടെ ഹെയർ സെറം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബോട്ടിൽ ഹെയർ സെറം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ റോസ്മേരി ലീവ്സ് നന്നായി തിളപ്പിച്ച് ഏകദേശം 1 കപ്പ് വെള്ളമാക്കിയതിന് ശേഷമാണ് നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയൊരു പാക്കറ്റാണ്. എല്ലാ കടകളിലും നമുക്കിത് കിട്ടും. ആയുർവേദ ഷോപ്പിൽ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു പാത്രം എടുത്ത് അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് റോസ്മേരി ലീവ്സ് അതിലിടുന്നു. 2 ടീസ്പൂൺ റോസ്മേരി ലീവ്സ് ഇട്ട് നമുക്ക് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് നേരം നമുക്ക് ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം അതിൽ ഇറങ്ങട്ടെ, ആ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. അതുകൊണ്ട് കുറച്ച് നേരം വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ റോസ്മേരി വാട്ടർ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് ഇതൊക്കെ നമ്മുടെ വാട്ടർ ആറിയിട്ടുണ്ട്. ആറാൻ വെച്ച് ആറിയതാണ്. ആറിയ റോസ്മേരി വാട്ടർ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് എടുക്കാം. റോസ്മേരി വാട്ടർ അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ചെറിയൊരു ലൈറ്റ് സ്മെല്ലുള്ള നല്ലൊരു മണമാണ്. വളരെ ചെറിയ രീതിയിലുള്ള, നമുക്കതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിലേക്ക് മാറ്റി ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് റോസ്മേരി വാട്ടർ, റോസ്മേരി അല്ല ഹെയർ സെറം എന്നൊക്കെ പറയുന്ന റോസ്മേരിയുടെ ലീവ്സ് വെച്ചിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഇതിൻ്റെ റിസൾട്ട് പിന്നീട് നിങ്ങളെ അറിയിക്കാം. Now